കണ്ണൂർ തലശ്ശേരിയിലെ തീ നിയന്ത്രണ വിധേയമായി 8 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂട്ടിയിട്ട പ്ലാസ്റ്റിക്കിൽ തീ പടരുന്നത് അണയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്തിട്ടുണ്ട്. ഫെലിക്സ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ ഒരു കണക്കൊന്നും പറയാറായിട്ടില്ല അല്ലേ? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് 2:50 ഈ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ മാത്രമാണ് ഈ സമയത്തും സാധിച്ചിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നടക്കം ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടിക്കലിലെ പ്ലാസ്റ്റിക് സംഭരണ പുനരുപയോഗ അവിടെ ധാരാളം പ്ലാസ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ഈ തീപിടുത്തം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ആദ്യം നടന്നത്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പുക ഉയരുകയും തീ ആളിക്കത്തുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് വിമാനത്താവളത്തിൽ നടക്കാം ഈ ഫയർ എയർപോർട്ടിൽ നിന്നുള്ള ലോങ് റേഞ്ച് ഫയർ എഞ്ചിൻ അടക്കം സ്ഥലത്തെത്തിച്ചത്. അത്തരത്തിൽ വലിയ തീവ്ര ശ്രമം വേണ്ടി വന്നു തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ. അപ്പോഴും ഈ പൂർണ്ണമായും ഈ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇതിവിടെ 25 വർഷത്തിലേറെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഈ ആക്രി പ്ലാസ്റ്റിക് ശേഖരിച്ച് പൊടിച്ച് കയറ്റി അയക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വലിയ നഷ്ടം തന്നെ ഉണ്ടായി എന്നതാണ്.